So question number 5 എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ, സോ സ്ക്വയർ പിരമിഡ് ബേസ് 30 ആണ്, ഹൈറ്റ് 60 ആണ്. ഈസ് സസ്പെൻഡഡ്, തൂക്കിയിട്ടേക്കുക, സ്പേസിൽ തൂക്കിയിട്ടേക്കുക. സസ്പെൻഡഡ് ബൈ മീൻസ് ഓഫ് എ സ്ട്രിങ്, ഒരു സ്ട്രിങ് വെച്ചിട്ട്. അതായത് ഇപ്പൊ ഈ കാണുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, ഈ കാണുന്ന പിക്ചറിൽ ഇവിടെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കയർ, ഒരു സ്ട്രിങ്, ഇതാണ് സ്ട്രിങ്. കണ്ടോ, ഈ സ്ട്രിങ്ങില് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്തേക്കാണ്, ഇങ്ങനെ കെട്ടിയിട്ടേക്കോ. കണ്ടോ, എ എന്ന് പറയുന്ന പോയിന്റിൽ ഇതിനെ ഇങ്ങനെ ഈ സ്ട്രിങ് വെച്ച് സസ്പെൻഡ് ചെയ്തേക്കോ. ഫ്രം വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ. ബേസ് കോർണർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് 4 കോർണർ ഉണ്ട്. 4 കോർണർ ഏതൊക്കെയാ? 4 കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഉണ്ട്, അതായത് ഇതൊരു കോർണർ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. കണ്ടില്ലേ, 4 കോർണർ ഉണ്ട്. ഈ 4 കോർണറിൽ ഏത് കോർണറിലാണ് സസ്പെൻഡ് ചെയ്തേക്കുന്നത്? എ എന്ന് പറയുന്നത്. കണ്ടോ, എ എന്ന് പറയുന്ന പോയിന്റിൽ ഇതിനെ സസ്പെൻഡ് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുക. കണ്ടോ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം XY ലൈൻ വരച്ചു. ഇങ്ങനെ നമ്മൾ ആദ്യം XY ലൈൻ വരച്ചു. ആദ്യം XY ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ ടോപ്പ് വ്യൂ HP ഇരിക്കുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മളിത് ടോപ്പ് വ്യൂ വരച്ചു. അപ്പൊ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ വേണം വരയ്ക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു പോയിന്റിൽ സസ്പെൻഡ് ചെയ്യണം. അപ്പൊ ഒന്നുകിൽ ഈ ലെഫ്റ്റില് ഒരു കോർണർ വരണം, അല്ലെങ്കിൽ റൈറ്റില് കോർണർ വരണം. അത് ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഈ ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ കോർണർ വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്, ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ പോയിന്റിലാണ് പിടിക്കുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റ് റൈറ്റിലോട്ടാണ് ചരിയുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടെ വെച്ച് ഇതിനെ പിടിക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഒബ്ജക്റ്റ് റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യപ്പെടും. റൈറ്റിലോട്ട് ഈ ഒബ്ജക്റ്റ് റൈറ്റ് സൈഡിലോട്ട് മറിയും. കണ്ടോ, അതല്ല ഞാനിപ്പോ സിയിലാണ് പിടിക്കുന്നെങ്കിൽ ഇത് എങ്ങോട്ട് ചരിയും? സിയിലാണ് പിടിക്കുന്നെങ്കിൽ ഇത് ലെഫ്റ്റിലോട്ട് ചരിയും. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിലാണ് പിടിക്കുന്നതെങ്കിൽ ഇത് റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യപ്പെടും. അതല്ല സി എന്ന് പറയുന്ന പോയിന്റിലാണ് പിടിക്കുന്നതെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്യപ്പെടും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം, ഏത് പോയിന്റിലാണ് അത് നമ്മുടെ ഇഷ്ടം. അപ്പൊ ഞാനിപ്പോ എയിലാണ്. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം XY ലൈൻ വരച്ചു. കണ്ടോ, XY ലൈൻ വരച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ വരച്ചു. ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ വരച്ചു. കണ്ടോ, അതിന് പേര് കൊടുത്തു. എന്നിട്ട് അതിനെ പ്രൊജക്ട് ചെയ്തു. എല്ലാം വരച്ചു. ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 60. ഓക്കെ, സ്ക്വയറിന്റെ സൈഡ് 30. അപ്പൊ അത് വരയ്ക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസിൽ സസ്പെൻഡഡിന്റെ കേസിൽ ആദ്യം നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. കണ്ടോ, G', ഇത് മാർക്ക് ചെയ്യണം. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ബേസിൽ നിന്ന് h/4, ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 60 ആണ്. അപ്പൊ 60/4. കണ്ടോ, ഹൈറ്റ് ഈസ് 60, സോ 60/4. കണ്ടോ, 60/4 എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം G'. എന്നിട്ട് ഈ G' നമ്മൾ ഏത് പോയിന്റിലാണോ സസ്പെൻഡ് ചെയ്യുന്നത് അതും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ വ്യൂ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. കണ്ടോ, ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. സച്ച് ദാറ്റ് ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ ഈ G' എന്ന് പറയുന്ന പോയിന്റും A' എന്ന് പറയുന്ന പോയിന്റും മാർക്ക് ചെയ്യുക. ഇപ്പൊ ഈ ഡിസ്റ്റൻസ് X ആണെന്ന് വിചാരിച്ചു. ഈ ഡിസ്റ്റൻസ്, ആ X ഡിസ്റ്റൻസ് എടുത്ത് എന്ത് ചെയ്യണം? ഈ ലൈനെ കട്ട് ചെയ്യണം. കണ്ടോ, X ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് A', G' കിട്ടി. പിന്നെ ബാക്കി ഡിസ്റ്റൻസുകളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ കോമ്പസിൽ ഇപ്പൊ A', M', Y ആണെന്ന് വിചാരിക്കുക. A', M', Y ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ആർക്ക് വരയ്ക്കുക. A' വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. സിമിലർലി അങ്ങനെ ബാക്കി എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക, ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഫിഗർ കിട്ടും. മനസ്സിലായ ആനന്ദ്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും വരച്ചത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. സിമ്പിൾ ഒന്നുമില്ല. ആദ്യം A'-ന്ന് M'-ലോട്ട് ആർക്ക് വരയ്ക്കും, പിന്നെ A' മുതൽ C' വരെ, പിന്നെ നമ്മൾ ആ M'-ന്റെ അവിടുന്ന് C' വരെ, അവിടുന്ന് പിന്നെ ഒരു ആർക്ക് വരയ്ക്കും. അതായത് നമുക്കിപ്പം ആദ്യം കിട്ടുന്ന പോയിന്റ് ശ്രദ്ധിച്ച്, അതായത് നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം
ആദ്യം നമ്മൾ ഇത് ഇങ്ങനെ ഒരു ലൈനാണ് വരയ്ക്കുന്നത്. അത് പിടികിട്ടിയല്ലോ ആദ്യം. അത് മനസ്സിലായി. എന്നിട്ട് അതിന്റെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? അതിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. എന്നിട്ട് അവിടെ നമ്മളിത് ഈ ഡിസ്റ്റൻസ്, ഈ എ ഡാഷ് ജി ഡാഷ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്, അത് എത്രയാണെന്ന് സ്കെയിലിൽ മെഷർ ചെയ്യണം. അതെടുത്തിട്ട് നമ്മൾ ഈ ലൈനിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് എ ഡാഷും കിട്ടും ജി ഡാഷും കിട്ടും. ഈ ഡിസ്റ്റൻസ് എത്ര? എക്സ്. അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ? എം ഡാഷും വേണം, സി ഡാഷും വേണം. ശരിയല്ലേ? അപ്പൊ എം ഡാഷ് വേണമെങ്കിൽ ഏതൊക്കെ ആർക്ക് വേണമെന്ന് പറയാം. ഏതൊക്കെ ആർക്ക് വേണം? എ ഡാഷും സി ഡാഷും. അല്ലല്ല, എം ഡാഷ്. ഈ എം ഡാഷ് നമുക്ക് വേണമെങ്കിൽ എം ഡാഷ് എങ്ങനെ കിട്ടും? അതിന് ഏത് ആർക്ക് വരയ്ക്കണം? നമ്മുടെ കയ്യിലുള്ള പോയിന്റ്സ് എ ഡാഷും ഉണ്ട്, ജി. ഇത് രണ്ടും ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. ഏതൊക്കെയാ? എ ഡാഷും ജി ഡാഷും നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് എം ഡാഷ് ആണ് വേണ്ടത്. എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ എ ഡാഷ് എം ഡാഷ്, ഈ ഡിസ്റ്റൻസ് y ആണെന്ന് വിചാരിച്ചു. ഈ ഡിസ്റ്റൻസ് എ ഡാഷ് എം ഡാഷ് കണ്ടോ? അപ്പൊ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് എ ഡാഷിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം ആദ്യം. കണ്ടോ? ഒരു ആർക്ക് വരച്ചോ? കണ്ടു. ഇനി ജി ഡാഷും എം ഡാഷും ഇത് ഇസഡ് ആണെന്ന് വിചാരിച്ചു. ഈ ഡിസ്റ്റൻസ് ഇസഡ്, ജി ഡാഷ് എം ഡാഷ് ഇസഡ് ആണെന്ന് വിചാരിച്ചു. സോ അത് എന്ത് ചെയ്യണം? അതെടുത്തിട്ട് ഈ ജി ഡാഷിൽ വെച്ചിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഏത് പോയിന്റ് കിട്ടി? എം ഡാഷ് കിട്ടി. ഇവിടെ കിട്ടിയോ? മനസ്സിലായി. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? എ ഡാഷും കിട്ടി, എം ഡാഷും കിട്ടി. ഇനി നമുക്ക് സി ഡാഷ് വേണം. സി ഡാഷ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? എം ഡാഷ് സി ഡാഷ്, ഇത് പി ആണെന്ന് വിചാരിക്കും. ഈ ഡിസ്റ്റൻസ് എം ഡാഷ് സി ഡാഷ് പി. അപ്പൊ പി എടുത്തിട്ട് എം ഡാഷ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ആ ആർക്കിനെ എവിടെ വെച്ച് കട്ട് ചെയ്യണം? എ ഡാഷ് സി ഡാഷ്, ഇത് ക്യൂ ആണെന്ന് വിചാരിക്കും. ഈ ഡിസ്റ്റൻസ് എ ഡാഷ് സി ഡാഷ് ക്യൂ ആണെങ്കിൽ എ ഡാഷ് വെച്ചിട്ട് ആ ആർക്കിനെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ആ ആർക്കിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇവിടെ കിട്ടിയോ? മനസ്സിലായി സർ. ഇത്രേ ഉള്ളൂ ഇതിനകത്തിലെ കാര്യം. എന്നിട്ട് അതിനെ പ്രൊജക്ട് ചെയ്താൽ മാത്രം മതി താഴോട്ട്. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? സസ്പെൻഡഡ് സോളിഡ് ക്ലിയർ സർ. ഓക്കെ. അപ്പൊ ഇത് വരച്ചു നോക്കണം. ഇത് വരയ്ക്കാതെ പോകല്ലോ കേട്ടോ. ഇതിന്റെ ഫോട്ടോ വേണമെങ്കിൽ എടുത്തോ. ഫോട്ടോ എടുത്തോ. ഫോട്ടോ എടുത്തോ. എടുത്തു സർ. ഓക്കെ. ഇനി ഇത് പറയണം നോക്കി. ഈ പ്രോബ്ലം പെന്റഗണൽ പ്രിസം. ഇതൊന്നുമില്ല, സിമ്പിളാ. എത്ര ഡിഗ്രിയാ ഇൻക്ലൈൻ ടു എച്ച് പി? 40 ഡിഗ്രി. കണ്ടോ? 40 ഡിഗ്രിയാണ്. ഇതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്തേക്കുന്നുള്ളതേ ഉള്ളൂ. ഇതിനെ എങ്ങോട്ടും ടിൽറ്റ് ചെയ്യാം? റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്യാം. ഞാൻ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ റൈറ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. റൈറ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. അപ്പൊ ഇത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടിൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് റെസ്റ്റ് ചെയ്യുന്ന എന്തിലാന്ന് ശ്രദ്ധിക്കണം. റെസ്റ്റ് ചെയ്യുന്ന കോർണറിലാണ്. കണ്ടോ? കോർണർ. അപ്പൊ ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. 1 കോർണറിലാണ്. അതായത് കോർണർ ഏത് കോർണറിലാണ്? കുറെ കോർണർ ഉണ്ട്. അതിൽ ഏത് കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? 1 എന്ന് പറയുന്ന കോർണറിലാണ്. 1 ഡാഷ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അതായത് 1 എന്ന് പറയുന്ന കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ, അതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് ഈ പ്രോബ്ലം ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് ചെയ്താണോ? ഇതൊന്നുമില്ല. ഇതിന്റെ ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം. ട്രയാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞത് ഇതറിയാമല്ലോ. So this is M, A, B, C and D.
കണ്ടോ ഇതില് ഇതാ കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു ഫേസ് കണ്ടോ, MBC എന്നുള്ള ഫേസ് കണ്ടോ ആനന്ദ്, ഈ ഫേസ് ഇത് കണ്ടോ? കണ്ടു സാർ. അപ്പൊ ഇതാണ് ട്രയാങ്കുലർ ഫേസ്. ദിസ് ഈസ് ദ ട്രയാങ്കുലർ ഫേസ്. ഇതിൽ റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് കണ്ടോ ക്വസ്റ്റ്യനിൽ, ട്രയാങ്കുലർ ഫേസസ് കണ്ടോ, റെസ്റ്റിംഗ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ എന്ത് ചെയ്തു, ഇതിനെ നേരെ അങ്ങ് മറിച്ചിട്ടു കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഇവിടെ ഇപ്പൊ സ്ക്വയർ വരച്ചപ്പോ ഇങ്ങനെ വരച്ചേ, പക്ഷെ നമ്മള് സസ്പെൻഡഡ് വരച്ചപ്പോ കണ്ടോ ഇങ്ങനെ വരച്ചേ, ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ഈ പറഞ്ഞത്? സസ്പെൻഡഡ് വരച്ചപ്പോ ഇങ്ങനെ തന്നെ വരയ്ക്കണം കണ്ടോ, ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. കണ്ടോ ഇവിടെ വന്നപ്പോ നോക്കിയേ, ഇവിടെ വന്നപ്പോ ഇങ്ങനെയാ, കാരണം ഇങ്ങനെ വരച്ചെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ. ഇവിടെ നോക്കിയത്, ഇതാണ് ട്രയാങ്കുലർ ഫേസ് കണ്ടോ, ഇത് കണ്ടോ താഴെ ടോപ്പ് വ്യൂല് ഞാനൊരു കളറിൽ വരയ്ക്കുന്നുണ്ടോ, അപ്പൊ ഈ MBC കണ്ടോ, MBC എന്ന് പറയുന്ന ട്രയാങ്കുലർ ഫേസിലാണ് ഇപ്പൊ റെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഞാനിപ്പോ റൈറ്റിലോട്ടാ ടിൽറ്റ് ചെയ്ത്, ഞാൻ ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു പറയാം ആനന്ദിന്? അത് തന്നെ, അത്രേ ഉള്ളൂ കാര്യം, സിമ്പിൾ. MAD എന്ന് പറയുന്ന ഫേസിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, വേറെ ഒരു കാര്യമില്ല, റെസ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതിനെ റൈറ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം, ലെഫ്റ്റിലോട്ടും ടിൽറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ പിടി കിട്ടിയല്ലോ ഐഡിയ? മനസ്സിലായി സാർ. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഒരു സ്ക്വയർ പിരമിഡ് ആണ്, ബേസ് 40 ഹൈറ്റ് 60 ഈസ് ഓൺ HP-ലാകുമ്പോ നമ്മൾ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ആനത്തിന്? താഴേന്നാണോ മേളിൽ നിന്നാണോ? താഴേന്ന് കണ്ടല്ലോ, താഴേന്ന് റെസ്റ്റിംഗ് ഓൺ. അപ്പൊ ആദ്യം സോളിഡ്സിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം നോക്കേണ്ടത് എന്തോ HP-ലാണോ VP-ലാണോ ആദ്യം നോക്കേണ്ടത് കേട്ടോ. അപ്പൊ HP-ലാണെങ്കിൽ XY ലൈൻ വരയ്ക്കുക, താഴേന്ന് വരച്ചു തുടങ്ങുക. VP-ലാണെങ്കിൽ XY ലൈൻ വരയ്ക്കുക, മേളിൽ നിന്ന് വരച്ചു തുടങ്ങുക കേട്ടോ. അപ്പൊ അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല, നേരെ അങ്ങനെ ആ ഒരു എളുപ്പവഴിയിൽ അങ്ങ് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ബേസ് ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് HP കണ്ടല്ലോ. അതെ, ഇതാണ് ആക്സിസ് ലൈൻ, ഈ നടുക്കൂടെ പോകുന്ന ലൈനാണ് ആക്സിസ് ലൈൻ കണ്ടോ. ദിസ് ഈസ് ദ ആക്സിസ് ലൈൻ. കണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സോ ദിസ് ഈസ് ദി ആക്സിസ് ലൈൻ. അപ്പൊ ആക്സിസ് എത്ര ഡിഗ്രിയാ മേക്ക് ചെയ്യേണ്ടത് കണ്ടോ, 45 ഡിഗ്രി കണ്ടോ, 45 ഡിഗ്രി ടു HP. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, ബേസ് എഡ്ജ് മേക്കിംഗ് വിത്ത് 30 ഡിഗ്രി. അതായത് ഇതിനെ വലത്തോട്ട് ചരിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ആണ് ഇത് കണ്ടോ, B', C' എന്നുള്ള എഡ്ജ് കണ്ടോ, B' കണ്ടോ, ആ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ വ്യൂവിൽ അവർ പറഞ്ഞേക്കുന്നത് ആ എഡ്ജ്, അതായത് കണ്ടല്ലോ ഈ എഡ്ജ് B1 C1 കണ്ടോ, ഈ എഡ്ജ് VPക്ക് എത്ര ഡിഗ്രി മേക്ക് ചെയ്യണം? ആ ബേസ് എഡ്ജ്, റെസ്റ്റിംഗ് ബേസ് എഡ്ജ് VPക്ക് 30 ഡിഗ്രി മേക്ക് ചെയ്യണം കണ്ടോ. അതായത് ഇതാണ് ഈ എഡ്ജാണ് റെസ്റ്റിംഗ് ബേസ് എഡ്ജ്. അവര് പറഞ്ഞേക്കുന്നത് എഡ്ജ് തന്നെ എടുക്കണം കേട്ടോ, അവര് പറഞ്ഞേക്കുന്നത് എന്താണോ അത് തന്നെ എടുക്കണം. സോ ഇവിടെ ബേസ് എഡ്ജ് എന്താ പറഞ്ഞത്? സോ B1 C1ലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അത് VPയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര നോക്കി, 30 ഡിഗ്രി. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാതെ. മനസ്സിലായി, അത് ക്ലിയർ. എനിക്ക് ഇത് നമ്മൾ ചെയ്താന്ന് തോന്നില്ലയോ ഈ പ്രോബ്ലം, ഇല്ലയോ? ഇല്ല, ആ പ്രോബ്ലം ചെയ്തില്ല, നമ്മൾ 6ാമത്തെ പ്രോബ്ലം വരെ ചെയ്തില്ല. ഓക്കെ, ഇനി അടുത്തത് ഇതറിയാമല്ലോ, 9 മനസ്സിലായി സാർ. സസ്പെൻഡഡ്. ഇവിടെ ഹൈറ്റ് മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഹൈറ്റ് 50 ആന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തിൽ എത്ര ആയിരുന്നു? 60 ആയിരുന്നു ഹൈറ്റ്. 60. ഇതില് ഹൈറ്റ് 50. അപ്പൊ G' കണ്ടുപിടിക്കുമ്പോ എത്ര ആയിരിക്കും എടുക്കണ്ടേ? 50/4. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൽ 60 ആയിരുന്നു, അപ്പൊ ഇവിടെ 60/4. ഇവിടെ 50 ആയതുകൊണ്ട് 50/4. പിന്നെ ഈ ആംഗിൾ ഓർത്തിരിക്കണം, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അതായത് നമ്മൾ ഏത് പോയിന്റിലാണോ തൂക്കിയിടുന്നത്, ഈ പോയിന്റില A എന്ന് പറയുന്ന പോയിന്റിലാണ് തൂക്കിയിടുന്നത്. ഇങ്ങനെ കണ്ടോ, A എന്ന് പറയുന്ന പോയിന്റിലാണ് തൂക്കിയിടുന്നത്.
അപ്പൊ അതും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ എത്ര ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്? 90 ഡിഗ്രിയാണ്. ഇതാണ് കണ്ടീഷൻ. അത്രേ ഉള്ളൂ. പിന്നെ വരയ്ക്കുമ്പോൾ ഈ സ്ക്വയർ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തല്ലോ, ഇങ്ങനെ വേണം വരയ്ക്കാൻ കേട്ടോ. സാറേ നമ്മൾ വരയ്ക്കാൻ ആദ്യത്തെ ഈ ബേസ് പടം വരയ്ക്കുമല്ലോ, അത് ഈ പല പല കേസിൽ ഓരോന്ന് മാറുമല്ലോ, അതൊന്ന് പറഞ്ഞുതരാമോ? ഏത് കേസാ? നമ്മൾ ഈ പെന്റഗണൊക്കെ വരയ്ക്കാൻ നേരത്ത് അത് ചിലപ്പോ വരയ്ക്കുമ്പോ മാറിപ്പോകുന്നുണ്ട്. അല്ല, ഇതിനകത്തില് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പറ. ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ ഈ ക്യൂബിന്റെ പ്രോബ്ലം കണ്ടോ? ഈ പ്രോബ്ലത്തില് ഞാനിപ്പോ ക്യൂബ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ക്യൂബിനെ തന്നെ ഇങ്ങനെ വെക്കാമല്ലോ, പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. അതിന് കാരണം ഞാൻ കാണിച്ചു തരാം. അതായത് XY ലൈൻ വരച്ചിട്ട് കണ്ടോ, ഞാൻ XY ലൈൻ വരച്ചിട്ട് എനിക്ക് ഇങ്ങനെ വെക്കാം അല്ലെ? ശരിയല്ലേ? കറക്റ്റ് ആണോ ആനന്ദ്? ഇങ്ങനെ വെക്കാം. അതുപോലെ എനിക്ക് XY ലൈൻ വരച്ചിട്ട് ഇപ്പൊ ഇവര് വെച്ചേക്കുന്ന പോലെ ഇങ്ങനെയും വെക്കാം. ഇതല്ലയോ ആനന്ദ് ചോദിച്ചത്? അപ്പൊ ഇത് ആക്ച്വലി നമ്മള് റെസ്റ്റ് ചെയ്യുന്നത് എന്തിലാണ്? എഡ്ജിലാണോ കോർണറിലാണോ എന്നുള്ളതിനെ റെസ്റ്റ് ചെയ്യുന്നത് എഡ്ജിലാണോ കോർണറിലാണോ നോക്കണം. ഇവിടെ നോക്കിയേ, ഈ ക്യൂബ് റെസ്റ്റ് ചെയ്യുന്ന എവിടാന്ന് നോക്കിയേ. എന്തിലാ? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നുണ്ടോ? എന്തിലാ? കോർണർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് റൈറ്റ് സൈഡില് കോർണർ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. മനസ്സിലായോ? ഇങ്ങനെ വരയ്ക്കരുത്. കണ്ടോ, ഇപ്പൊ റൈറ്റ് സൈഡിൽ എന്തുവാ വന്നേക്കുന്നത്? ഇവിടെ എഡ്ജാ. കണ്ടോ, ഇത് എഡ്ജാണ്. കണ്ടോ, ഇത് എഡ്ജാണ്. ഇത് എഡ്ജാണ്. ഈ കേസിൽ എന്താ? ഇവിടെ കോർണറാ. ശരിയാണോ? റൈറ്റ് സൈഡിൽ കോർണറാ. അപ്പൊ അത് എവിടുന്നാ നമുക്ക് കിട്ടിയത്? എന്റെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സെന്റൻസ് കണ്ടോ? ഫസ്റ്റ് സെന്റൻസ്, ക്യൂബ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ. അപ്പൊ ഇങ്ങനെ തന്നെ വരയ്ക്കും. അപ്പൊ പെന്റഗൺ വരയ്ക്കുമ്പോ ഈ കോർണർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പെന്റഗണിന്റെ ഇവിടെ എന്ത് വരണം? കോർണർ വരണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഹെക്സഗന്റെ എഡ്ജിലാണെന്ന് പറയുമ്പോൾ ഹെക്സഗൺ വരയ്ക്കുമ്പോ ഹെക്സഗന്റെ ഈ ഇവിടെ എന്ത് വരണം? ഇവിടെ എഡ്ജ് വരണം. കണ്ടോ? പിടികിട്ടി? ഇത്രേ ഉള്ളൂ ടെക്നിക്ക്. സിമ്പിൾ ആ, ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അടുത്തൊരു പ്രോബ്ലം കൂടെ പറയുമ്പോ ഇത് നോക്കിക്കോണേ. ഇപ്പൊ ഇതൊരു പെന്റഗണാ. നോക്കിക്കോ ആനന്ദ്. ആനന്ദ് ഇപ്പൊ ഒന്നും പറയരുത്. ഞാനൊരു രണ്ട് സാധനം കാണിച്ചു തരാം. ഓക്കെ, നോക്കിക്കോണം. ഞാനിപ്പോ XY ലൈൻ വരച്ചു. ഓക്കെ, XY ലൈൻ വരച്ചിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഒരു പെന്റഗൺ എനിക്ക് വരയ്ക്കാം. ഓക്കെ, അതേപോലെ XY ലൈൻ വരച്ചിട്ട് എനിക്ക് ഇവര് വരച്ചേക്കുന്ന പോലെ ഇങ്ങനെയും ഒരു പെന്റഗൺ വരയ്ക്കാം. അപ്പൊ ഇതല്ലയോ ആനന്ദിന് കൺഫ്യൂഷൻ? ഇതാണോ വരയ്ക്കേണ്ടത്? ഇതാണോ? ഇതല്ലയോ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്? എന്തിലാ റെസ്റ്റ് ചെയ്യുന്നത് നോക്കണം. എന്തിലാ റെസ്റ്റ് ചെയ്യുന്നത് നോക്കി ആനന്ദ്. ക്വസ്റ്റ്യൻ വായിച്ചോ. എഡ്ജസ്. കണ്ടോ, എഡ്ജസ്. കണ്ടോ. അപ്പൊ ഞാനിപ്പോ ആദ്യത്തെ കേസിൽ വരച്ചപ്പോ റൈറ്റ് സൈഡിൽ ഇവിടെ എന്തായി പോയി? ഇവിടെ കോർണർ ആയി പോയി. കണ്ടോ, ഇവിടെ കോർണർ ആയി പോയി. കണ്ടോ. അപ്പൊ ഇത് വരയ്ക്കാൻ പാടുണ്ടോ? ഇല്ല, ഇത് വരയ്ക്കാൻ പാടില്ല. അപ്പൊ ഇത് നോക്കിയപ്പോ റൈറ്റ് സൈഡിൽ എന്തുവാ വന്നേ? എഡ്ജാ വന്നേ. കണ്ടോ, എഡ്ജാ വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമേ വരയ്ക്കാവുള്ളൂ. കണ്ടോ, അതാണ് ഇവര് വരച്ചേക്കുന്നത്. കണ്ടോ, പിടി കിട്ടിയോ? മനസ്സിലായി. ഇത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം, വേറൊന്നുമില്ല. ഇതാണ് ടെക്നിക്ക്. ഓക്കെ, അടുത്തതും ഒന്ന് രണ്ട് പ്രോബ്ലം കൂടെ പറയാം. അപ്പൊ പിടി കിട്ടും. ഓക്കെ, ഇപ്പൊ ഇത് ആക്ച്വലി കോൺ ആണ്. ഇത് മേളിലാണ് വരച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ എവിടെ ആയിരിക്കും? HP-യിലായിരിക്കോ VP-യിലായിരിക്കോ? VP-യിലാണ്. കണ്ടോ, അതെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നുണ്ടോ? VP. കണ്ടോ, VP-യിലാണ്. അപ്പൊ അതുകൊണ്ട് മേളിൽ തുടങ്ങാം. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് ഇത് കണ്ടോ, ഇത് റെസ്റ്റിംഗ് ഓൺ എവിടാ? ഇത് താഴേന്നാ തുടങ്ങിയേക്കുന്നത്. അപ്പൊ ആനന്ദിന് മനസ്സിലാക്കാണല്ലോ. റെസ്റ്റിംഗ് ഓൺ HP ആ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടോ നോക്കി? കണ്ടോ, കണ്ടല്ലോ, റെസ്റ്റിംഗ് ഓൺ HP. കണ്ടോ. അപ്പൊ XY ലൈൻ വരച്ചിട്ട് താഴെ തുടങ്ങാം. ഓക്കെ, ഇനി അടുത്തത് ഇത് സിമ്പിൾ ആനന്ദ്. അതിന്റെ ഇത് സംഭവം ഇത് അത് തന്നെ, റെസ്റ്റിംഗ് ഓൺ HP ആണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇത് ഹെക്സഗണും. ഇപ്പൊ ആനന്ദിന് ഒരു സംശയം
നോക്കിയേ, അതായത് ഇപ്പൊ ഹെക്സാഗൺ ഇങ്ങനെ വരച്ചേക്കുന്നത്. എനിക്ക് ഹെക്സാഗൺ ഇങ്ങനെ വരയ്ക്കാമായിരുന്നു. നോക്കിക്കോണം. അതായത് എനിക്ക് ഹെക്സഗൺ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. നോക്കിക്കോണേ. കണ്ടോ? ആനന്ദ കണ്ടല്ലോ? എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. കണ്ടു സാർ. അതേപോലെ എനിക്കിപ്പോ ഇവര് വരച്ചേക്കുന്ന പോലെ ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണെന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ക്വസ്റ്റിനിൽ പോയിട്ട് നോക്കണം, എന്തിലാ റെസ്റ്റ് ചെയ്യുന്നത് നോക്കണം. എന്തിലാ റെസ്റ്റ് ചെയ്യുന്നത് നോക്കി, എന്തിലാ റെസ്റ്റ് ചെയ്യുന്നത് നോക്ക്, വായിച്ചു നോക്ക്. ട്രയാങ്കുലർ ഫേസ് ആണ്. ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ട്രയാങ്കുലർ ഫേസ് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു എഡ്ജ് വന്നെങ്കിൽ മാത്രമേ ആ എഡ്ജിലാണ് ആര് വരുന്നത്? ട്രയാങ്കിൾ. കണ്ടോ? ഇത് കണ്ടോ? ട്രയാങ്കിൾ വരുന്നുണ്ടോ? MCD. അതേസമയം ഇവിടെ നടുക്ക് എം എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അപ്പെക്സിന്റെ. ഇത് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്, കോർണർ. ഈ പോയിന്റ് കോർണറാണ്. സോ ദിസ് ഈസ് കോർണർ. ഓക്കെ, അപ്പൊ എമ്മും സിയുടെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ വരുന്നത് എന്തുവാ? അവിടെ സ്ലാൻഡ് എഡ്ജാ വരുന്നത്. മനസ്സിലായോ? ഒരു എഡ്ജാ വരുന്നത്, സ്ലാൻഡ് എഡ്ജ്. അതേസമയം ഇവിടെ ഇത് ബിയും ഇത് സിയുമാണെന്ന് വിചാരിക്കുക. ഇത് എം ആണ്. അപ്പൊ എം, ബി, സി ഇതെന്തുവാ? ഇത് ആക്ച്വലി ട്രയാങ്കുലർ ഫേസ് ആ. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ എഡ്ജ് വന്നെങ്കിലേ അവിടെ ഇപ്പൊ ഇവിടെ എഡ്ജ് വന്നെങ്കിലേ പിരമിഡിന്റെ ഇവിടെ എന്ത് വരത്തുള്ളൂ? ട്രയാങ്കുലർ ഫേസ് വരത്തുള്ളൂ. കണ്ടോ? അതേസമയം ഇവിടെ കോർണർ വന്നാൽ അവിടെ എന്താ വരുന്നത്? സ്ലാൻഡ് എഡ്ജാ വരുന്നത്. അപ്പൊ നമുക്ക് സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്തിലാ റെസ്റ്റ് ചെയ്യുന്നത്? ട്രയാങ്കുലർ ഫേസിൽ. അപ്പൊ ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യിക്കണമെങ്കിൽ അവിടെ എന്ത് വരണം? അവിടെ എഡ്ജ് വരണം. മനസ്സിലായോ? കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ, ഇതാണ് ഇതിന്റെ ടെക്നിക്ക്. സിമ്പിൾ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇത് പെന്റഗണ. ഓക്കെ, അപ്പൊ ഞാൻ ഇതൂടെ പറയാം. പെന്റഗണ. അപ്പൊ ഞാൻ XY ലൈൻ വരച്ചു. ഓക്കെ, എനിക്കിതാ പെന്റഗൺ ഇങ്ങനെ വരയ്ക്കാം. നോക്കിയോണേ. എനിക്ക് പെന്റഗൺ ഇങ്ങനെ വരയ്ക്കാം. എനിക്ക് പെന്റഗൺ ഇങ്ങനെയും വരയ്ക്കാം. കണ്ടോ? അപ്പൊ ഇതിൽ ഏത് വരയ്ക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പൊ നോക്കിയേ, അപ്പൊ ആനന്ദ് ആദ്യം റഫായിട്ട് ഇങ്ങനെ വരയ്ക്കണം പരീക്ഷയ്ക്ക്, റഫായിട്ട് പേപ്പറിലോട്ട്. കണ്ടോ? എന്നിട്ട് നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇവിടെ റൈറ്റ് സൈഡില് ഇവിടെ റൈറ്റ് സൈഡില് കോർണർ ആണ് വന്നേക്കുന്നത്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതുക റഫ് പേപ്പറിലോട്ട്. മനസ്സിലായോ? അപ്പൊ എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ എന്തോ വന്നേക്കുന്നത്? ഇവിടെ എഡ്ജ് ആണ്. ഓക്കെ, നേരെ ക്വസ്റ്റ്യനിൽ നോക്കുക, എന്തിലാ റെസ്റ്റ് ചെയ്യുന്നത് നോക്കിയ? റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് എന്തിലാണ്? ബേസ് എഡ്ജ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് വരയ്ക്കരുത്, ഇത് തെറ്റാ. ഇത് മാത്രമേ വരയ്ക്കാവൂ, എഡ്ജ്. കണ്ടോ? ഇതേ വരയ്ക്കാവൂ. അപ്പൊ നേരെ എന്ത് ചെയ്യണം? നേരെ ഇങ്ങോട്ട് വരണം. കണ്ടോ? ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇത് ആദ്യം വരയ്ക്കുന്ന ഫിഗർ കറക്റ്റ് ആണെങ്കിൽ അതിനെ പ്രൊജക്ട് ചെയ്തിട്ട് അടുത്ത വരയ്ക്കുന്നത്. കണ്ടോ? അപ്പൊ ഇത് കറക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റ് ആവും. ഇത് കറക്റ്റ് ആണെങ്കിൽ ഇൻക്ലൈൻ ടു HP ഇതും കറക്റ്റ് ആവും. പിന്നെ അതിനെ പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതും കറക്റ്റ് ആവും. പിന്നെ ലാസ്റ്റിൽ വരയ്ക്കുന്ന ഫിഗറിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്. മനസ്സിലായി? ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് വന്നോളൂ, ആദ്യത്തെ ഫിഗർ കറക്റ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ ഐഡിയ എവിടെ കിട്ടിയല്ലോ? എങ്ങനെ, എവിടുന്നാ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഒന്നുമില്ല, എല്ലാം. ഓക്കെ, അപ്പൊ സോളിഡ്സ് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഇല്ല. ഓക്കെ, ഇനി അടുത്തത് പിക്ചോറിയൽ ടു ഓർത്തോഗ്രാഫിയിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് തരും. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് അതിന്റെ എന്തൊക്കെ വരയ്ക്കാൻ ചോദിക്കും? അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡ് വ്യൂ വരച്ചേക്കുന്നത്. അപ്പൊ അപ്പൊ ഇത് നമ്മള് ബുക്കിൽ വരയ്ക്കുമ്പോ ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡാ. ശരിയല്ലേ? അല്ലേ ആനന്ദ്? ഇത് ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലായിരിക്കും എപ്പോഴും ഏത് വ്യൂ വരുന്നത്? റൈറ്റ് സൈഡ് വ്യൂ. അത് ഓർത്തോണം, ശ്രദ്ധിച്ചോണം കേട്ടോ. അല്ല, ഒരിക്കലും നമ്മൾ വ്യൂ വരച്ചു വെച്ചിട്ട് അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട്
നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വരും. നമ്മൾ പടം വരയ്ക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഈ സൈഡിലാണ് വരുന്നത്, ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ അത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഒരിക്കലും അല്ല, ഇത് റൈറ്റ് സൈഡ് വ്യൂ ആയിരിക്കും കേട്ടോ. സാറേ മേളിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന അത്രയും സംഭവത്തിന്റെ അങ്ങനെ വരയ്ക്കുന്നു. ഏത് ഇതോ? അല്ല ഇത്രയല്ല, വേറെ ഉണ്ടല്ലോ മേളിലോട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന. ഇതാണോ? ഇത്ര സാർ. ഇതിനകത്ത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇത് നടുക്കൊരു സിലിണ്ടറാ. സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എന്തോ റെക്ടാംഗിൾ കണ്ടോ? ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് എത്ര? 50 കണ്ടോ? അപ്പൊ 50 ഹൈറ്റിൽ കണ്ടോ? 50 ഹൈറ്റിൽ റെക്ടാംഗിൾ വരച്ചേക്കുന്നുണ്ടോ? ഇതിൽ സംശയം ചോദിക്കുക, അപ്പൊ ഞാൻ പറയാം. ഇതില് സംശയം ചോദിക്കും. അല്ല സാർ, നമ്മൾ ഈ മേലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ വരയ്ക്കുന്നതെന്നായിരുന്നു, അല്ലാതെ റെക്ടാംഗിൾ ആയിട്ട് തന്നെയല്ലേ ഇപ്പോഴും വരയ്ക്കുന്നത്. അത് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ്. നമുക്കിപ്പോ എങ്ങനെ ഷേപ്പ് വരുന്നത്, നമുക്ക് ഇപ്പൊ ഈ കേസിൽ സിലിണ്ടർ ആയതുകൊണ്ട് റെക്ടാംഗിൾ അങ്ങനെ അതായിരുന്നു സാർ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത 1-2 പ്രോബ്ലം കൂടെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വരച്ചേക്കുന്ന ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഇവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചേക്കുന്നത് കണ്ടോ? ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പൊ ഇത് നമ്മുടെ റൈറ്റ് സൈഡ് ആണ്. നമ്മൾ പേപ്പറിൽ, പരീക്ഷ പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഇത് നമ്മുടെ റൈറ്റ് സൈഡ് ആണ്. എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും ആര് വരുന്നത്? ലെഫ്റ്റ് സൈഡ് വ്യൂ വരുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് അടുത്ത പ്രോബ്ലം. അപ്പൊ ഈ പ്രോബ്ലത്തിൽ ഞാനാണെങ്കിൽ നോക്കി കമ്പയർ ചെയ്തിട്ടുണ്ട്, രണ്ടും വരച്ചിട്ടുണ്ട്. നോക്കി, ഞാൻ ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്, ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലെ ലെഫ്റ്റ് സൈഡ് വ്യൂ, ഇപ്പുറത്തെ സൈഡിലെ റൈറ്റ് സൈഡ്, രണ്ടും ഇങ്ങനെ. ഇത് രണ്ടും വരയ്ക്കാൻ ചോദിക്കത്തില്ല, ഏതെങ്കിലും ഒരെണ്ണേ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചോദിക്കത്തുള്ളൂ. നമ്മുടെ വർക്ക് ബുക്ക് ഉണ്ടല്ലോ ആനന്ദിന്റെ, ഞാൻ തന്നത്. ഉണ്ട് സാർ, അതിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇതല്ലയോ അതിലെ ക്വസ്റ്റ്യൻ? ഇതാണോ? ഈ പ്രോബ്ലം ഉണ്ടല്ലോ. ഇത്രയുണ്ട്. ഇത് നോക്കിയ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ഇങ്ങനെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഫ്രണ്ട് വ്യൂ വരച്ചതിലാണോ സംശയം? ഇതാണോ? അങ്ങനെ വരയ്ക്കുന്നു, അതായിരുന്നു. അല്ല, ഇത് നോക്കി, ഇതൊന്നുമില്ല. മേളിൽ ഒരു ആർക്ക് പോലെ ഉണ്ട്. ആർക്കിന്റെ റേഡിയസ് നമുക്ക് തരും. എത്രയാണെന്ന് റേഡിയസ് നോക്കണം. കണ്ടോ? റേഡിയസ്. ആ റേഡിയസിൽ ആർക്ക് വരച്ചിട്ട് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ജോയിൻ ചെയ്താൽ മതി. കണ്ടോ? മനസ്സിലായി. ഓക്കെ, ഫ്രണ്ട് വ്യൂ, പിന്നെ ടോപ്പ് വ്യൂ വരയ്ക്കുക. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു എൽ പോലെ കാണുന്നത്. കണ്ടോ? ഇങ്ങനെ ഒരു എൽ ഷേപ്പ് കണ്ടോ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. സിമ്പിൾ ആനന്ദേ, ഒന്നുമില്ല. ഇനി ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റൻ. ഇതെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് കണ്ടോ? ഇത് പക്ഷെ അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു, വർക്ക് ബുക്കിൽ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ പ്രോബ്ലം ഇല്ല. ഓക്കെ, ഇത് കാണുന്നുണ്ടോ ആനന്ദേ? ഹലോ ആനന്ദേ, കേൾക്കാം? ഓക്കെ. അപ്പൊ ഇവിടെ ആക്ച്വലി ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു മെഷീൻ കോമ്പണന്റ് ആയിരിക്കും നമുക്ക് തരുന്നത് പരീക്ഷയ്ക്ക്. നമുക്ക് ഏതാന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായോ? അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും തരുന്നത്. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് വരച്ചു വെക്കുക? ഇതേപോലെ വരച്ചു വെക്കുക. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ഐസോമെട്രി വരുമ്പോഴത്തേക്ക്, ഐസോമെട്രിയിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഐസോമെട്രിയിൽ നമ്മൾ ആദ്യം ഐസോമെട്രിക് വ്യൂ ഉണ്ട്. ഇപ്പൊ ആദ്യം നോക്കേണ്ടത്, ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം നോക്കേണ്ടത് ഐസോമെട്രിക് വ്യൂ ആണോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണോ നോക്കണം. കണ്ടോ? ഇപ്പൊ ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുക. കണ്ടോ? ടോപ്പ് വ്യൂ വരച്ചു. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ ഇതാണ് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. അപ്പൊ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലോ. ബോക്സ് വരയ്ക്കാനൊക്കെ അറിയാമല്ലോ ആനന്ദേ? ബോക്സ് വരച്ചിട്ട് അറിയാമല്ലോ? ഓക്കെ. അപ്പൊ അത് അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ അടുത്തത് രണ്ടാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം വരുമ്പോ അപ്പൊ ഐസോമെട്രി വരുമ്പോ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയപ്പോ സാർ, ഈ ക്വസ്റ്റ്യനില് നമ്മുടെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ 60 നമ്മൾ നമ്മുടെ പിരമിഡിന്റെ ഹൈറ്റ് ആണ്, പിരമിഡിന്റെ ഹൈറ്റ്.
അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ 47 സംതിങ് അത്രയും കണ്ട് കിട്ടും. അത് നമ്മൾ എവിടുന്ന സാർ വരയ്ക്കുന്നത്? അത് നമ്മൾ ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ സെന്ററിൽ നിന്നാണോ വരയ്ക്കുന്നത്? ആ നടുക്കൂന്ന്. ഓക്കെ സാർ. ഇതിന്റെ ഈ എം എന്ന് പറയുന്നതിന്റെ അപ്പെക്സ് പോയിന്റ് അല്ലേ നടുക്കത്ത്? ഈ എം എന്ന് പറയുന്നത് നോക്കി. ആണോ? അതായത് ഞാൻ പറഞ്ഞുതരാം, അതായത് കാണിച്ചു തരാം. സൂം ചെയ്യട്ടെ ഒരു സെക്കൻഡ്. ഓക്കെ, സൂം ചെയ്ത് കാണാമല്ലോ ഇപ്പൊ? കാണാം സാർ. ഓക്കെ, ഇവിടെ ഐസോമെട്രിക് സ്കെയിലില് 60യുടെ ഐസോമെട്രിക് ലെങ്ത് കണ്ടോ? 48.99 എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ? 48.99 കണ്ടോ? അതിവിടെ കണ്ടോ? 48.99 മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? ഇവിടെ കണ്ടോ? കണ്ടോ? അതായത് ഈ എം തൊട്ട് ഈ ഓ വരെ കണ്ടോ? എം തൊട്ട് ഓ വരെ കണ്ടോ? നമ്മള് ഡയഗണൽ വരയ്ക്കുമ്പോൾ സെന്റർ കിട്ടും. സെന്ററിൽ നിന്ന് നേരെ മേളിലോട്ട് വരയ്ക്കുക. ഈ ലെങ്തില് 48.99. സെന്ററിൽ നിന്നാണോ വരയ്ക്കുന്നത്? സെന്ററിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കോ. അപ്പൊ ഇത് നമ്മളോട് പറഞ്ഞേക്കുന്ന ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരച്ചു. ദെൻ അടുത്തത് ഫ്രണ്ട് വ്യൂ വരച്ചു. പിന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആകുമ്പോൾ എന്ത് വരയ്ക്കണം? നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. ഐസോമെട്രിക് സ്കെയിൽ അല്ലെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് അറിയാമല്ലോ സാർ. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സൈഡിൽ എഴുതണോ വാല്യൂ? എഴുതണം. 1-2 വാല്യൂസ് എഴുതി വെച്ചേക്കുക. ഐസോമെട്രിക് ലെങ്ത് ഇങ്ങനെ കണ്ടുപിടിച്ചു എന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ? ഐസോമെട്രിക് ലെങ്ത്. അപ്പൊ ഇവിടെ അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടുന്ന് ബോക്സ് വരച്ചിട്ട് എല്ലാ ലെങ്തിനും ഐസോമെട്രിക് ലെങ്ത് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുക. ഇതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പൊ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എന്ത് എക്സ്ട്രാ കയറി വരും? ഐസോമെട്രിക് സ്കെയില്. അത് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 0. ഓർമ്മയുണ്ടോ? 0.81. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഹെക്സഗണൽ പ്രിസമാണ്, ഹെമിസ്ഫിയർ. ഇത് അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഐസോമെട്രിക് വ്യൂ ആണോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണോ? അപ്പൊ ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് യു ഡ്രോ ദ ടോപ്പ് വ്യൂ, then draw the front view, then directly draw the isometric view. Okay, clear ആണല്ലോ അല്ലേ? ക്ലിയർ സർ. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. അടുത്ത പ്രോബ്ലം ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ഫ്രസ്റ്റം ഓഫ് എ കോൺ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. 2 സർക്കിൾ ആയിരിക്കും. പിന്നെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയം ആയിരിക്കും. പിന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് എന്ത് വരയ്ക്കണം? ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കുക. സ്കെയിൽ ഇല്ലെങ്കിൽ എന്ത് വരയ്ക്കുക? 0.81 കൊണ്ട് മൾട്ടിപ്ലൈ. ദെൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ഈ സർക്കിളിനെ വരയ്ക്കാൻ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നല്ലോ, 4 സെന്റർ മെത്തേഡ്. ഓർമ്മയുണ്ടല്ലോ അല്ലെ? 4 സെന്റർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എലിപ്സ് വരയ്ക്കേണ്ടത്. 4 സെന്റർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എലിപ്സ് വരയ്ക്കേണ്ടത്. ഓക്കെ, അടുത്ത പ്രോബ്ലം അഗൈൻ എന്താണ്? ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പൊ ആദ്യം ഫസ്റ്റ് യു ഡ്രോ ദ ടോപ്പ് വ്യൂ, then draw the front view, then draw the isometric scale, then draw the isometric projection. അപ്പൊ സ്ഫിയറിന്റെ വരയ്ക്കുമ്പോൾ എക്സെപ്ഷണൽ കേസ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഒരിക്കലും ആ സർക്കിൾ വരയ്ക്കുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യരുത്. ഈ നമ്മുടെ ലെങ്ത് എത്രയാണോ, സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണോ അതേ റേഡിയസിൽ തന്നെ വേണം വരയ്ക്കാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ. കേട്ടോ ആനന്ദ്? മനസ്സിലായി. അത് സ്ഫിയറിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കി എല്ലാ കേസിലും നമ്മൾ ഏത് ഒബ്ജക്റ്റിന്റെ ആണെങ്കിലും ഐസോമെട്രിക് സ്കെയിൽ ലെങ്തി കൊണ്ടുപോയി കൺവേർട്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷെ സ്ഫിയറിന്റെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. സ്ഫിയറിന്റെ ഓക്കെ, അടുത്ത പ്രോബ്ലം ഇത് ഐസോമെട്രിക് വ്യൂ ആണ്. അപ്പൊ സ്ഫിയറിന്റെ ഐസോമെട്രിക് വ്യൂവില് നമ്മൾ സ്ഫിയറിനെ എൻലാർജ് ചെയ്താ വരയ്ക്കേണ്ടത്. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആ തന്നേക്കുന്ന റേഡിയസ് ഇൻറ്റു 1.225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐസോമെട്രിക് വ്യൂ, സ്ഫിയറിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ
നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നേക്കുന്ന റേഡിയസിനെ ഇൻറ്റു 1.225 കൊണ്ട് എൻലാർജ് ചെയ്ത് വേണം വരയ്ക്കാൻ. എൻലാർജ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അത് ഓർത്തിരിക്കും. ഇനി അടുത്തത് വന്നിട്ട് അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെ എന്താണ്? അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഹെമിസ്ഫിയർ. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ നോക്കി. സോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. സോ ഫസ്റ്റ് യു ഡ്രോ ദ ടോപ്പ് വ്യൂ, then draw the front view, then isometric scale, then isometric projection. ഇതാണ് അതിന്റെ ഫോർമാറ്റ്, ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആ, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ ആനന്ദ്. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇതായത്. അപ്പൊ ആദ്യം ഐസോമെട്രിക്കിൽ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഐസോമെട്രിക് വ്യൂ ആണോ എന്തോ നോക്കണ്ടേ? ഐസോമെട്രിക് വ്യൂ ആണോ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഐസോമെട്രിക് വ്യൂ ആണ് കണ്ടോ, ഐസോമെട്രിക് വ്യൂ. അപ്പൊ ഇവിടെ സ്കെയിൽ ഇല്ല. ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റ് യു ഡ്രോ ദ ടോപ്പ് വ്യൂ, then draw the front view, then draw the isometric view. വരെ. ഓക്കെ, അടുത്ത പ്രോബ്ലം, 9ാമത്തെ പ്രോബ്ലം. അപ്പൊ ഇതെന്താണ്? ആദ്യം ഇത് ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആയിരിക്കുമോ? ഐസോമെട്രിക് വ്യൂ, കാരണം സ്കെയിൽ ഇല്ല. അപ്പൊ ഐസോമെട്രിക് വ്യൂ ആണ്. സോ ഫസ്റ്റ് യു ഡ്രോ ദ ടോപ്പ് വ്യൂ, then ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഇവിടെ സ്ഫിയർ ഉണ്ട്. അപ്പൊ സ്ഫിയറിന്റെ വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഐസോമെട്രിക് വ്യൂവില് 1.225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം വരയ്ക്കാൻ സ്ഫിയർ വരയ്ക്കുമ്പോൾ. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഗിവൺ റേഡിയസ് തന്നെ എടുത്ത് വരയ്ക്കണം. സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണോ അതേ റേഡിയസിൽ തന്നെ വേണം വരയ്ക്കാൻ. പക്ഷെ ഐസോമെട്രിക് വ്യൂവില് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.225. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇത് ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ് ആണ്. ഇത് ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ? ഐസോമെട്രിക് വ്യൂ ആണ്. കണ്ടോ, ഐസോമെട്രിക് വ്യൂ ആണ്. സോ ഫസ്റ്റ് യു ഡ്രോ ദ ടോപ്പ് വ്യൂ, then draw the front view, then directly draw the isometric view. സ്കെയിലിന്റെ ആവശ്യമില്ല ഇവിടെ. ഡയറക്റ്റ് ബോക്സ് വരയ്ക്കുക, ലെങ്തുകൾ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യും. ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ കുറച്ചുകൂടി എളുപ്പം? ആനന്ദ് അറിയോ? ആനന്ദിന് വ്യൂ എളുപ്പം. വ്യൂ ആ എളുപ്പം. മറ്റേ പ്രൊജക്ഷനിൽ നമ്മളെല്ലാം സ്കെയിലിൽ കൊണ്ട് കൺവേർട്ട് ചെയ്യണം, ഇച്ചിരി പാടാ. അപ്പൊ ആദ്യം നോക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരെണ്ണം ഐസോമെട്രിക് വ്യൂവും മറ്റേത് പ്രൊജക്ഷനും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഐസോമെട്രിക് വ്യൂ ആദ്യം നോക്കണം, വരയ്ക്കാൻ പറ്റുമോ, എളുപ്പമാണോ. വ്യൂ ആണെങ്കിൽ അങ്ങ് വ്യൂ വരയ്ക്കുക കേട്ടോ ആദ്യം, കേട്ടോ. ഓക്കെ, അടുത്തത് ഐസോമെട്രിക്. ഇത് ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ ഈ ഫിഗർ? ഐസോമെട്രിക് വ്യൂ. അതെ, ഐസോമെട്രിക് വ്യൂ ആണ്. അപ്പൊ സ്കെയിലിന്റെ ആവശ്യമില്ല. സോ ആദ്യം ഫസ്റ്റ് യു ഡ്രോ ദ ടോപ്പ് വ്യൂ, then draw the front view, then draw the isometric view. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു ഇച്ചിരി കോൺഫിഡൻസ് ആണല്ലോ അല്ലെ വരയ്ക്കാനായിട്ട്? പരീക്ഷയ്ക്ക് ഇല്ല, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ടെൻഷൻ ഒന്നും ഇല്ല, ആദ്യത്തെ പോലെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ആദ്യം ടെൻഷൻ ആയിരുന്നല്ലോ. ആദ്യം കുറച്ച്. ഓക്കെ, ആദ്യം ക്ലാസ്സിന് വന്നപ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നല്ലോ ആദ്യം. ഓക്കെ, ഇപ്പം ക്ലാസ്സിൽ എല്ലാരും ഓക്കെ ആണോ? കോൺഫിഡന്റ് ആണോ പിള്ളേരൊക്കെ എല്ലാവരും? ക്ലാസ്സില് ഞങ്ങളവിടെ തീർത്തിട്ടില്ല ഫുള്ള്. അയ്യോ, അപ്പൊ എങ്ങനെ പാസ്സാവും പിള്ളേർ? അതറിയത്തില്ല. സാറും ഇടയ്ക്ക് 2-3 വീഡിയോ ഒക്കെ ഇടും, അതേ ഉള്ളൂ. അപ്പൊ പോർഷൻസ് തീർത്തിട്ടില്ലയോ? ഇല്ല, പോർഷൻ തീർന്നിട്ടില്ല. ഏതാ എടുക്കാത്ത? ഞങ്ങക്ക് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ വിട്ടിട്ടേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ എല്ലാ ടൈപ്പും ചെയ്യിച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ഒന്നും ചെയ്യിച്ചിട്ടില്ല ഇവിടെ? അല്ല, അവിടെ അങ്ങനെ ചെയ്യിപ്പിച്ചില്ല. അവിടെ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ ചെയ്യിപ്പിച്ചതേ ഉള്ളൂ. അതും ചിലതൊക്കെ വീഡിയോ ഇട്ട് തരുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. ഐസോമെട്രിക് ഫുള്ള് വീഡിയോ ആയിരുന്നു. ഒരു 2-3 വീഡിയോ ആയിട്ട് ഇട്ട് തരുമായിരുന്നു. ശരി, ഓക്കെ. അടുത്തത് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അടുത്ത ടോപ്പിക് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മള് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യും? നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കോണിനെയാ കട്ട് ചെയ്തേക്കുന്നത്, കണ്ടോ?
അപ്പൊ നമുക്കത് ഇവിടെ ഇതിനെയാണ് കട്ടിംഗ് പ്ലെയിൻ, CP എന്ന് ഞാൻ എഴുതിയേക്കുന്നതിനാണ് കട്ടിംഗ് പ്ലെയിൻ. ഡോട്ടഡ് ലൈൻ കാണിച്ചേക്കുന്നുണ്ട്, ഇതിനാണ് കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ ഈ കട്ടിംഗ് പ്ലെയിൻ അപ്പെക്സിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രൂ ഷേപ്പ് കണ്ടോ, ട്രയാങ്കിൾ കണ്ടോ. ആനന്ദ കാണുന്നുണ്ടോ ട്രയാങ്കിൾ? കാണുന്നുണ്ട്. അപ്പൊ ഇത് ഓർത്തിരുന്നോ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ട്രയാങ്കിൾ, ഇപ്പൊ കോണിനെ കട്ട് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ എങ്ങനെ, എവിടെ കൂടെ പാസ് ചെയ്യണം? അപ്പെക്സിലൂടെ പാസ് ചെയ്ത് പോയെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എലിപ്സ് കിട്ടണമെങ്കിൽ, ആ സെക്ഷൻ എലിപ്സ് കിട്ടണമെങ്കിൽ എങ്ങനെയാ? എല്ലാ സെക്ഷൻ പ്ലെയിൻ ത്രൂ ദ ജനറേറ്റർ, അതായത് കണ്ടോ എല്ലാ ജനറേറ്ററിൽ കൂടെ കട്ട് ചെയ്യണം കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ എലിപ്സ് കിട്ടത്തുള്ളൂ. ഇനി പരാബോള കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിന് എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം കണ്ടോ. ഈ എക്സ്ട്രീം എൻഡിലുള്ള ഇതിന് എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം കണ്ടോ, പാരലൽ. നമ്മൾ പരാബോള ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് കേട്ടോ, പരാബോളയുടെ. പിന്നെ ഹൈപ്പർബോള കിട്ടണമെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ആക്സിസിന് പാരലൽ ആയിരിക്കണം കണ്ടോ. കട്ടിംഗ് പ്ലെയിൻ ആക്സിസിന് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഹൈപ്പർബോള കിട്ടും. അപ്പൊ ഇത് പണ്ട് +2 പഠിച്ച കാര്യമാണ്. എന്താണ് കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ടോ +2 സ്കൂളിൽ? കോണിക് സെക്ഷൻ +1 കോണിക് സെക്ഷൻ അല്ലേ, കോണിക് സെക്ഷൻ. അതായത് ഒരു കോണിനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്പെക്സിലൂടെ കട്ട് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ കിട്ടും, ജനറേറ്ററിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ എലിപ്സ് കിട്ടും, പിന്നെ ഇതിന് പാരലായിട്ട് കട്ട് ചെയ്യുമ്പോൾ പരാബോള കിട്ടും, ആക്സിസിന് പാരലൽ ആണെങ്കിൽ ഹൈപ്പർബോള. അപ്പൊ ഈ കിട്ടുന്ന സെക്ഷൻ, ഈ ട്രയാങ്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള, ഇതിനെയൊക്കെയാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്, കോണിക് സെക്ഷൻ. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്തോണം കേട്ടോ, ആ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നോക്കിയ പിന്നെ ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്യുന്നുണ്ടോ? ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്യുമ്പോൾ എലിപ്സ് കിട്ടുന്നതാണോ? ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്യുമ്പോൾ എലിപ്സ് കണ്ടോ, ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്യുമ്പോൾ എലിപ്സ് കിട്ടുന്നതാണോ? എലിപ്സ് കണ്ടു. പിന്നെ അതുപോലെ ഒരു പിരമിഡിനെ കട്ട് ചെയ്തപ്പോൾ ട്രപ്പീസിയം കിട്ടിയാണ്ടോ? ട്രപ്പീസിയം കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റിൽ ചെയ്യുന്ന പരിപാടി. ഇതാ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ പ്രോബ്ലം, ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത ഓർമ്മയാണോ? സ്ക്വയർ പിരമിഡിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാം? ഡ്രോ ദ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ ചോദിക്കും. ട്രൂ ഷേപ്പ്, ഇതാണ് ട്രൂ ഷേപ്പ് വരയ്ക്കുന്ന അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ ആണോ? ട്രൂ ഷേപ്പ് തന്നിട്ട് വരയ്ക്കുന്നത് അതൊന്നുകൂടെ. അതിനകത്ത് ഇനി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട, കൺഫ്യൂഷൻ ആവും, കുഴപ്പമില്ല. അപ്പൊ തൽക്കാലം ഞാൻ പഠിപ്പിച്ചു തരണ്ടോ അങ്ങ് പഠിക്കും കേട്ടോ. അപ്പം ട്രൂ ഷേപ്പ്, കാരണം അത് കുറച്ച് സമയം എടുക്കും. കാരണം ഇനിയിപ്പോ അത് ഞാൻ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, അത് പഠിപ്പിക്കാൻ പോയാലേ. അപ്പൊ ഈ ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത് സംശയമില്ലല്ലോ, ഉണ്ടോ ഇങ്ങനെ വരയ്ക്കുന്നത്? ഇല്ല സാർ, അത് മനസ്സിലായി. ഓക്കെ. മറ്റേത് ഞാൻ പഠിപ്പിച്ച രണ്ടെണ്ണം അങ്ങ് പഠിക്കും കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമ്മൾ ട്രൂ ഷേപ്പ്, അപ്പൊ ഇതാണ് ട്രൂ ഷേപ്പ്. പിന്നെ ഡെവലപ്മെന്റ് വരയ്ക്കുന്ന അറിയാമല്ലോ, പിരമിഡിന്റെ. അത് മനസ്സിലായി, അറിയാം. ഓക്കെ, ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ ഇത് കോൺ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോന്ന് അറിയാമല്ലോ? കോൺ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. എന്തോ? θ = r/r × 360 ഡിഗ്രി. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഈ ഇക്വേഷൻ? ഓർമ്മയുണ്ടോ? θ = r/r × 360. ഈ ചെറിയ r എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ്, കോണിന്റെ. സോ θ = 20, ഇവിടെ 50. സോ 20 ഡിവൈഡഡ് ബൈ ഈ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിലുള്ള ഈ ലെങ്ത് കണ്ടോ, ഈ കോണിന്റെ സൈഡിലുള്ള ലെങ്ത് കണ്ടോ, 53.85 കണ്ടോ എഴുതിയേക്കുന്നത്, കണ്ടോ, കാണുന്നുണ്ടോ? 53.85 × 360 ഡിഗ്രി. അപ്പൊ നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് 133 എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും. ഇതാണ് ആദ്യം നമ്മൾ കോണിന്റെ കേസിൽ കണ്ടുപിടിക്കേണ്ടത്. സെക്ടർ ആംഗിൾ എന്ന് പറയും, സെക്ടർ ആംഗിൾ. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്ടർ ആംഗിൾ വരയ്ക്കുക. ട്രൂ ഷേപ്പ്, ദിസ് ഈസ് ദ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ അറിയാം. ദെൻ ഡെവലപ്മെന്റ്. സംശയം ഉണ്ടോ ആനന്ദ ഇതില്? ഇല്ലല്ലോ. ഇല്ല സാർ. ഓക്കെ, ഇത് ഓക്കെ ആണ്. പിന്നെ അടുത്തത് ഇതാ ഞാൻ ക്ലാസ് ചെയ്യിച്ചത്, പരാബോളയുടെ പ്രോബ്ലം. ട്രൂ ഷേപ്പ്. അപ്പൊ ഇവിടെ ഞാനിപ്പോ പറഞ്ഞായിരുന്നു, നമുക്ക് പരാബോള കിട്ടണമെങ്കിൽ
നമുക്ക് പരാബോള കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം? നമ്മൾ പരാബോള കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതാണ് കട്ടിംഗ് പ്ലെയിൻ. കട്ടിംഗ് പ്ലെയിൻ ഇതിനെന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. കണ്ടോ, ഇതിന് പാരലൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ കാണാൻ പറ്റുമല്ലോ, അതെ ഇവിടെ ഇതിന് പാരലൽ ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ വരച്ചേക്കുന്നത്. കണ്ടോ, ഇതാണ് കട്ടിംഗ് പ്ലെയിൻ. കണ്ടോ, ഇത് കട്ടിംഗ് പ്ലെയിൻ, ഇതാണ് കോണിന്റെ ഈ ജനറേറ്റർ, ഈ സൈഡിലുള്ള ജനറേറ്റർ. ഇത് രണ്ടും എന്താ നോക്കി, ഇത് രണ്ടും പാരലൽ. കണ്ടോ, പാരലൽ. കണ്ടോ, ഇത് രണ്ടും പാരലൽ. കാണുന്നുണ്ടോ? കണ്ടു സാർ, കണ്ടു. ഓക്കെ ഓക്കെ, ഇത് അതുപോലെ പഠിച്ചു നോക്കുക. ഓക്കെ, പിന്നെ അടുത്ത് സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് അറിയാമല്ലോ. സാർ അതറിയാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ലെങ്ത് എത്ര ആയിരിക്കും എന്ന് അറിയാമല്ലോ. ഈ ലെങ്ത് എത്ര അറിയാമല്ലോ? 2πr വെച്ച് 2πr ആണ്. ഈ ലെങ്ത് 2πr, ഈ ലെങ്ത് 2πr ആണ്, ഈ ലെങ്ത് 2πr. ഓക്കെ, പിന്നെ കട്ടിംഗ് പ്ലെയിൻ തരും, അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ വന്നിട്ട് പിന്നെ അഗൈൻ കോണിന്റെ ഞാൻ പറഞ്ഞല്ലോ, കോണിന് നമ്മൾ സെക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. സെക്ടർ ആംഗിളിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. സെക്ടർ ആംഗിളിന്റെ ഇക്വേഷൻ θ is equal to r/r into 360 ഡിഗ്രി. ഓർത്തിരുന്നോളൂ, θ is equal to r/r into 360 ഡിഗ്രി. അടുത്തത് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇത് പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ലെങ്ത് എത്ര വരും? ഈ ലെങ്ത് എത്ര വരും പറയാമോ ആനന്ദ്? ഈ ലെങ്ത് എത്ര വരും? നമ്മുടെ നമ്പർ ഓഫ് സൈഡ്സിന്റെ ലെങ്ത്. അത് തന്നെ, നമ്പർ ഓഫ് സൈഡ്സ്. പെന്റഗൺ ആണെങ്കിൽ 5 ആയിരിക്കും, ഹെക്സഗൺ ആണെങ്കിൽ 6. നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു സൈഡ് ലെങ്ത്, ശരിയല്ലേ? സൈഡ് ലെങ്ത്, നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു സൈഡ് ലെങ്ത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്തത് ഇത് ആക്ച്വലി ഇൻക്ലൈൻ ടു വി പി ആണ്. ഇത് ആക്ച്വലി ഞാൻ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളിപ്പോ തൽക്കാലം പഠിക്കേണ്ട. ഇത് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതായത് കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻ ടു വി പി ആണ്. വി പി എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻ ടു വി പി. ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം കട്ടിംഗ് പ്ലെയിൻ എന്തായിരുന്നു? ഇൻക്ലൈൻ ടു എച്ച് പി ആയിരുന്നു. കേട്ടോ ആനന്ദ്? അപ്പൊ ഇവിടെ 45 ഡിഗ്രി വിത്ത് വി പി എന്ന് പറഞ്ഞേക്കുന്നുണ്ടോ കട്ടിംഗ് പ്ലെയിൻ? കണ്ടോ? കണ്ടു സാർ, കണ്ടു. അപ്പൊ ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞാൽ അത് താഴെയാ വരുന്നത്. ഇത് ഞാൻ ആക്ച്വലി പഠിപ്പിച്ചില്ല, ഇനിയിപ്പോ ഞാനത് പഠിപ്പിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല നിങ്ങളെ. കണ്ടോ, കട്ടിംഗ് പ്ലെയിൻ താഴെയാ വരുന്നത്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത് 2015 തൊട്ട് ഇവിടം വരെ ഒരു വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പഠിപ്പിക്കാൻ, വേറെ ഒരു വർഷവും ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് ഒരു കാര്യം ചെയ്തു ആനന്ദ്, ഇതിന്റെ ഫോട്ടോ എങ്ങെടുത്ത് വെച്ചു. ഞാൻ ഇപ്പൊ ഈ തരുന്നതിന്റെ ഇതിന്റെ ഫോട്ടോ എങ്ങെടുത്ത് വെച്ചു, കാരണം എങ്ങാനും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാ. ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞാൽ താഴെയാന്ന്. ഫോട്ടോ എടുത്തു വെച്ചോ. എടുത്തു സാർ. ഓക്കെ, ഇനി അടുത്തത് ഇത് നമ്മൾ ഉറുമ്പിന്റെ പ്രോബ്ലം ചെയ്തല്ലേ? ഉറുമ്പ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. എത്ര റെവല്യൂഷന്റെ നമ്മൾ ചെയ്തത്? നമ്മൾ 2 റെവല്യൂഷന്റെ ചെയ്തത്. ചില പരീക്ഷയ്ക്ക് 1 റെവല്യൂഷന്റെ ആയിരിക്കും ചോദിക്കുന്നത്. 1 റെവല്യൂഷൻ ആണെങ്കിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതി. കണ്ടോ, ഇത്രേ ഉള്ളൂ. കണ്ടോ, 1 റെവല്യൂഷന്റെ ഷോർട്ടസ്റ്റ് പാത്ത് ഇതാ, മനസ്സിലായോ? എന്നിട്ട് ഈ പോയിന്റ്സിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ. അപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് വരയ്ക്കുമ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു പാത്ത് ഇങ്ങനെ വരും. കണ്ടോ, ഇങ്ങനെ വരും. കണ്ടു സാർ. ഇപ്പൊ 2 ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വന്നേക്കുന്നത്, മനസ്സിലായി? ഇതിപ്പം 1 റെവല്യൂഷൻ ആകുമ്പോൾ ഇങ്ങനെ വന്ന് നേരെ തിരിച്ച് മേളിലോട്ട് എത്തി. കണ്ടോ, ഇതാണ് ഇതിന്റെ പാത്ത്. കണ്ടു സാർ. ഓക്കെ, അപ്പൊ ഓർത്തോണേ, 1 റെവല്യൂഷൻ ആണോ 2 റെവല്യൂഷൻ ആണോ പ്രത്യേകം ശ്രദ്ധിച്ചോണം പരീക്ഷയ്ക്ക് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചെയ്ത ട്രൂ ഷേപ്പ് റെഗുലർ ഹെക്സഗന്റെ ഇത് ഞാൻ വീഡിയോ തന്നിട്ടുണ്ട്, അത് നോക്കിയാൽ മതി കേട്ടോ. ട്രൂ ഷേപ്പ് റെഗുലർ ഹെക്സഗൺ. ഓക്കെ, പിന്നെ ഇത് ആക്ച്വലി വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇത് റെഗുലർ ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇതൊരു എന്താണ് സ്ക്വയർ പ്രിസത്തിന്റെ പ്രോബ്ലം ആണ്. സ്ക്വയർ പ്രിസം, ദെൻ കട്ടിംഗ് പ്ലെയിൻ തന്നിട്ടുണ്ട്. ഇൻക്ലൈൻ ടു എത്ര ഡിഗ്രിയാണ്? HP ആണ്. ഇൻക്ലൈൻ ടു 60 ഡിഗ്രിയാണ് ഇൻക്ലൈൻ ടു HP. ഓക്കെ, അത് വരച്ചു നോക്കിയോ വേണമെങ്കിൽ കേട്ടോ. ഈ പ്രോബ്ലം 10ാമത്തെ പ്രോബ്ലം കേട്ടോ. one of its rectangular faces is inclined 30 degree to VP. അതായത് VPക്ക് ഇതിന്റെ ഈ ക്യൂബിന്റെ റെക്ടാങ്കുലർ ഫേസ് എന്ന് പറയുന്നത്, ക്യൂബിന്റെ അല്ല, നമ്മുടെ ഈ പ്രിസത്തിന്റെ റെക്ടാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ വരച്ചു കാണിച്ചു തരാം.
ഇതാണല്ലോ സ്ക്വയർ പ്രിസം, കാണുന്നുണ്ടല്ലോ, സ്ക്വയർ പ്രിസം കാണുന്നുണ്ടല്ലോ. കാണാം സാർ. അപ്പൊ ഞാൻ ഇതിന്റെ മേളത്തെ പേര് ABCD എന്ന് കൊടുത്തു, താഴത്തെ PQRS എന്ന് കൊടുത്തു. കണ്ടല്ലോ, കണ്ടു. അപ്പൊ ഇനി ഈ പിക്ചറിലോട്ട് നോക്കിയിട്ട് പറ ഏതാ റെക്ടാങ്കുലർ ഫേസ്. ആനന്ദ് നോക്കിയിട്ട് പറ ഏതാ റെക്ടാങ്കുലർ ഫേസ്. റെക്ടാങ്കുലർ ഫേസ് ABPQ. അത് തന്നെ. ഇതാണ് ഒരെണ്ണം AB. ഞാനിപ്പോ റെഡ് കളറിൽ നിന്ന് ഇങ്ങനെ ചരിച്ചു വരയ്ക്കുന്ന കാണുന്നുണ്ടല്ലോ, ABPQ. ഇതാണ് ഒരെണ്ണം. ഇനി അടുത്ത ഏതാ? BCQR ഉണ്ട്. പിന്നെ അടുത്തത് ഏതാ? പിന്നെ BCSR. ഓക്കെ. പിന്നെ അടുത്തത് ABPS. AB അല്ല, ADPS. അപ്പൊ ഈ റെക്ടാങ്കുലർ ഫേസ് BPക്ക് എത്ര ഡിഗ്രി ആവണം? 30 ഡിഗ്രി ആവണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് ഇതാ കാണിച്ചു തരാം, നോക്കിക്കോണേ. ഈ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് ഞാൻ സ്ക്വയർ വരച്ചേക്കുന്നുണ്ടോ? ഞാൻ XY ലൈൻ വരച്ചിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കാമായിരുന്നു. എനിക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ഫേസ് പാരലൽ ടു VP. കണ്ടോ, പാരലൽ ടു VP കണ്ടോ? കണ്ടു സാർ. അപ്പൊ എനിക്ക് ഇൻക്ലൈൻഡ് ആവണമെങ്കിൽ കണ്ടോ, ഈ ഫേസിനെ ഇൻക്ലൈൻഡ് ആക്കിയിരിക്കുന്നത് കണ്ടോ? കണ്ടോ ഈ ഫേസ് കണ്ടോ, ഇവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? കണ്ടു സാർ, കണ്ടോ? കണ്ടു സാർ. അപ്പൊ നമ്മള് സ്ക്വയർ വരയ്ക്കുമ്പോൾ XY ലൈൻ വരച്ചിട്ട് സ്ക്വയർ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഒരു സൈഡ് 30 ആവുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. കണ്ടോ, ഇത് കണ്ടോ? അപ്പൊ ഞാനിപ്പോ ഇതിന് ABCD എന്ന് കൊടുത്തു, താഴെ PQRS. അപ്പൊ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. കണ്ടോ? ഇത് വരച്ചിട്ട് പിന്നെ നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ബാക്കിയെല്ലാം നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ. ഒരു പ്രോബ്ലം. ഓക്കെ സാർ. ഓക്കെ. ഇത് സംശയം ഉണ്ടായിരുന്നോ? ഇത് സംശയം ഉണ്ടായിരുന്നു. അല്ല, ഇങ്ങനൊക്കെ ചില. അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുത്തോ. ഓക്കെ സാർ. എടുത്തോ. അപ്പൊ ഇത് വരച്ചു നോക്കിക്കോണം ഈ പ്രോബ്ലം, കേട്ടോ. ഇത് നമ്മുടെ ഞാൻ തന്ന വർക്ക് ബുക്കിലുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 10ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ. 10ാമത്തെ. അപ്പൊ ഇത് വരച്ചു നോക്കിയോ, കേട്ടോ. ഈ പ്രോബ്ലം വരച്ചു നോക്കിക്കോ, കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ. പിന്നെ അടുത്തത് പിന്നെ പിരമിഡിന്റെ ആണ്. പിരമിഡിന്റെ കേസിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനില് ഇവിടെ നോക്കി, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡ്രോ ദ ഡെവലപ്മെന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് മാത്രമേ വരച്ചു വെച്ചാൽ മതി? ഡെവലപ്മെന്റ് മാത്രം വരച്ചു വെച്ചാൽ മതി, കേട്ടോ. ഒരിക്കലും എന്ത് വരയ്ക്കരുത്? ട്രൂ ഷേപ്പ് വരയ്ക്കരുത്. നമ്മൾ വെറുതെ സമയം കളയരുത്, കേട്ടോ. ആനന്ദിനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ അവർ പറഞ്ഞിട്ടില്ല, കണ്ടോ? ഡെവലപ്മെന്റ് മാത്രം. ഡ്രോ ദ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് വരയ്ക്കരുത്? ട്രൂ ഷേപ്പ് വരയ്ക്കരുത്. ട്രൂ ഷേപ്പ് വരച്ചാൽ നമുക്ക് ഒരു മാർക്ക് പോലും കിട്ടത്തില്ല. ഡെവലപ്മെന്റ് മാത്രമേ വരച്ചു വെക്കാവുള്ളൂ, കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തത് ഇത് ആക്ച്വലി ഒരു സ്ക്വയർ പ്രിസത്തിന്റെ പ്രോബ്ലം ആണ്. ഇത് ആക്ച്വലി ട്രൂ ഷേപ്പ് ഹെക്സഗൺ ആണ്. ഹെക്സഗന്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സ്. ഇത് റെഗുലർ ഹെക്സഗൺ അല്ല. അതായത് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് റെഗുലർ. ഇതാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത് X ആണെങ്കിൽ ഇത് X ആയിരിക്കും, ഇത് X, എല്ലാ സൈഡും എന്തായിരിക്കും? X ആയിരിക്കും. മനസ്സിലായല്ലോ ആനന്ദേ പറയുന്നത്? മനസ്സിലായി. ഇറഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈഡ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അതാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി 2 ഓപ്പോസിറ്റ് സൈഡ്സ് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഓപ്പോസിറ്റ് സൈഡ്സ് 25 ആണ്. റിമൈനിങ് 4 സൈഡ്സ്, ബാക്കിയുള്ള 4 സൈഡ്സ് 40 എന്നാ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഞാൻ തൽക്കാലം പറയുന്നില്ല, ഇച്ചിരി സമയം എടുക്കും പറയാനായിട്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇതിനകത്ത് ഇല്ലെങ്കിൽ തൽക്കാലം വിട്ടേക്ക്, കേട്ടോ. അത് ചെയ്യണ്ട, കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഏതാ? ഇപ്പൊ ഈ പറഞ്ഞ പ്രോബ്ലം? അല്ലല്ല, നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ.
ആ അതേതാ ഞാൻ പറഞ്ഞാണോ അതോ നമ്മുടെ ക്വസ്റ്റ്യൻ ആണോ? അല്ല സാർ, ഇത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് അറിയാം. ഏതാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെയോ? അല്ല, കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ആ പറഞ്ഞോ, ഏത് ക്വസ്റ്റ്യൻ? Draw the development of a right circular cone of base diameter 60 mm and height 64 mm resting on the HP on its base. ഒരു സെക്കൻഡ് ഞാനൊന്ന് നോട്ട് ചെയ്തോട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ് വൈറ്റ് ബോർഡ് എടുത്തോട്ടെ. വൈറ്റ് ബോർഡ്, ഇതിന് വൈറ്റ് ബോർഡ് ഉണ്ടോ നോക്കട്ടെ. വൈറ്റ് ബോർഡ് ഉണ്ട്. ഓക്കെ ശരി. ഓക്കെ, പറഞ്ഞോ, ക്വസ്റ്റ്യൻ പറഞ്ഞോ. Sir, draw the development of a right circular cone of base diameter 60 mm. Okay, pinna? And height 64 mm resting on HP on its base. Okay. An insect moves from a point on the base circle and returns to the same point after traveling through the shortest path along the curved surface. Okay, ശരി. Mark the shortest path in the front and top view of the one. ഓക്കെ, സിമ്പിൾ ആണെന്നേ, ഒന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എന്റെ വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം XY ലൈൻ വരച്ചു. കോൺ ആയതുകൊണ്ട് കോണിന്റെ ടോപ്പ് വ്യൂ സർക്കിൾ വരച്ചു. അതിനെ ഞാൻ എന്ത് ചെയ്തു? ഞാനിപ്പോ തൽക്കാലം 8 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങൾ 8 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോ 4 ആയിട്ട് ഡിവൈഡ് ABCD എന്ന് പേര് കൊടുത്തു. ദെൻ MO വരച്ചു. ഓക്കെ, അതിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്തു. ഇതിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്തു. A'. ഇതിനെ പ്രൊജക്ട് ചെയ്തു C'. ഇതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? B', D'. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് ഇവിടെ മേളില് M'. ജോയിൻ M', A', M', C'. ഓക്കെ, ഇത് വരച്ചു. ഇനി അവര് പറഞ്ഞ ഒരു ഇൻസെക്ട് എവിടുന്നാ മൂവ് ചെയ്യുന്നത്? ബേസ് സർക്കിൾ അല്ലെ? കറക്റ്റ് അല്ലേ പറഞ്ഞ? ഇൻസെക്ട് അതെ. ബേസ് സർക്കിളിൽ ഇപ്പൊ എത്ര പോയിന്റ് ഉണ്ട്? 4 പോയിന്റ് ഉണ്ട്. ഏതൊക്കെയാ പോയിന്റ്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്കിതിൽ ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കാം. ഞാനിപ്പോ A എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ഉറുമ്പ് ഇൻസെക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. A ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. കറക്റ്റ് ആണ്? എന്നിട്ട് ഉറുമ്പ് എന്ത് ചെയ്യുന്നു? ഇതിന്റെ സർഫസിലൂടെ ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് ആ പോയിന്റിൽ തന്നെ വരും. റിട്ടേൺസ് ടു ഇറ്റ്സ് പോയിന്റ് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ത്രൂ ദി ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം ഡെവലപ്മെന്റ് വരയ്ക്കണം. ഈ കോണിന്റെ ഡെവലപ്മെന്റ് ആദ്യം വരയ്ക്കണം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ കോണിന്റെ ഡെവലപ്മെന്റ് ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ കോണിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം തീറ്റ കണ്ടുപിടിക്കണം അല്ലെ? തീറ്റ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാമല്ലോ. എന്തുവാണ്? തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? R/R ഇൻറ്റു 360 ഡിഗ്രി. ഓക്കെ, R എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് ആനന്ദേ? 60. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ ഈ R എന്ന് പറഞ്ഞ ഇതാണ് ഈ ഡിസ്റ്റൻസ്. കണ്ടോ? ഈ M', C', ഇതാണ് R. കണ്ടോ? അത് ഇൻറ്റു 3. അപ്പൊ ഇവിടെ 6 എന്ന് ഞാൻ കൊടുക്കാം. 6 ഇൻറ്റു 360 ഡിഗ്രി. സോ 30 ഡിവൈഡഡ് ബൈ R ഇൻറ്റു 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് തീറ്റയുടെ ആംഗിൾ കിട്ടും. ആ ആംഗിൾ ഇത് വരച്ചു. എന്നിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യണം. സർക്കിളിനെ 4 ആയിട്ട് ആയതുകൊണ്ട് ഞാൻ ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ A, this is B, this is C, then this is D, and അവസാനത്തെ പോയിന്റ് A.
ഇത്രയും ക്ലിയർ ആണോ ആനന്ദ്? ക്ലിയറാ സാർ. ഓക്കെ, ഇനി നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. എവിടുന്ന ഏത് പോയിന്റിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? എയിന്ന അല്ലേ? സാർ. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യണം? ഈ ഡെവലപ്മെന്റിൽ എയിന്ന് ഈ എയിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം ഇങ്ങോട്ട്. ഓക്കെ സാർ. അപ്പൊ നമ്മൾ മറ്റേ സിലിണ്ടറിൽ ഒരു ഇൻസെക്ടിന്റെ പ്രോബ്ലം ചെയ്തില്ലേ ഷോർട്ടസ്റ്റ് പാത്തിന്റെ സിലിണ്ടറിൽ? ചെയ്തു സാർ. അതേപോലെ തന്നെ. അപ്പൊ ഇതാണ്, അതായത് ഇതാണ് എ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എയിന്ന് തിരിച്ച് എയിലോട്ട് തന്നെ എത്തുന്നതല്ലേ പറഞ്ഞേക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ, ഇല്ലയോ? ആണ് സാർ. ആണോ? അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ച ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. An insect move from a point on the base circle and return to the same point after traveling through the shortest path along the curved surface. ഓക്കെ, അതായത് എയിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിൽ തന്നെ വരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഷോർട്ടസ്റ്റ് പാത്ത്. ഈ നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത് ഇതാണ്. ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ പോയിന്റ്സ്, ഇവിടെ എയില് എയില് 1 എന്നൊരു പോയിന്റ് കിട്ടും, എം ബിയില് 2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും, എം സിയില് 3 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും, എം ഡിയില് 4 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. മനസ്സിലായോ ആനന്ദേ? മനസ്സിലായി സാർ. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? അപ്പൊ ഇവിടെ എ ഡാഷിൽ എനിക്ക് 1 മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എം ബിയില് ഞാൻ എന്ത് ചെയ്തു? ഞാൻ 2 മാർക്ക് ചെയ്തു. ദെൻ എം സിയിൽ എന്ത് ചെയ്തു? ഞാൻ 3 മാർക്ക് ചെയ്തു. ഓക്കെ, എം ഡിയില് ഇവിടെ കണ്ട് 4. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടു വരും. മനസ്സിലായി? കണ്ടോ? ഇങ്ങനെ കണ്ടോ പാത്ത്? ആ പോയിന്റ് കണ്ടോ? മനസ്സിലായോ? കണ്ടു സാർ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്നിട്ട് ഈ പോയിന്റ് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കറങ്ങി ഇവിടെ ഇങ്ങനെ കണ്ടുവരും. മനസ്സിലായോ? ഓക്കെ സാർ. ഇതാണ് ഇതിന്റെ പാത്ത്. ഇത്രേ ഉള്ളൂ. മനസ്സിലായി. സിമ്പിൾ ഒന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാനിപ്പോ ആക്ച്വലി മറ്റേ സോഫ്റ്റ്വെയറിൽ വരച്ചിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അത് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുത്തു. ഇപ്പൊ ഞാനിപ്പോ വരച്ചതിന്റെ ഫോട്ടോ എടുത്തു. എടുത്തു. ഓക്കെ, ഇനി അപ്പൊ അടുത്തത്, ഇനി എന്തെങ്കിലും അതിനകത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല സാർ, ഇല്ല. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ സിലിണ്ടറും കോണും രണ്ടും പഠിച്ചു കേട്ടോ. രണ്ടും നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ സാർ. ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, പറയാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ അടുത്തത് അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് ഈ ഹോളിന്റെ പ്രോബ്ലം ഞാൻ ചെയ്യിച്ചത് ഓർമ്മയുണ്ടോ? ഇത് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ഈ പ്രോബ്ലം? ഇല്ല സാർ, ഇല്ല. അത് ചെയ്തായിരുന്നു. ഓക്കെ. പിന്നെ വന്നിട്ട് ഓക്കെ, അപ്പൊ അതെല്ലാം കഴിഞ്ഞു. പിന്നെ പെർസ്പെക്റ്റീവിലോട്ടാണ് വരുന്നത്. പെർസ്പെക്റ്റീവ് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഞാൻ കുറെ പ്ലെയിനിന്റെ കാര്യം. അപ്പൊ ഈ പ്ലെയിൻ ആണ് ആദ്യം പഠിക്കേണ്ടത്. പ്ലെയിൻ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ട പ്ലെയിൻ ഗ്രൗണ്ട് പ്ലെയിൻ ആണ്. ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പ്ലെയിൻ. ഇവിടെ ഒരു ഐ എന്ന് പറയുന്ന ഒരു സാധനം ഇരിക്കുന്നുണ്ടോ ആനന്ദ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? കാണാം സാർ. ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പ്ലെയിൻ ആണ് ജി പി എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ജി പി എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ജി പി. ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിനിൽ ഇരിക്കുന്നതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ആ ഗ്രൗണ്ട് പ്ലെയിനിൽ തന്നെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യനെയാണ് നമ്മൾ ഒബ്സർവർ എന്ന് പറയുന്നത്. ഈ നോക്കുന്ന ആളിനെയാണ് ഒബ്സർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒബ്സർവറിന്റെ കണ്ണിന്റെ അവിടെ ഒരു എസ് എന്ന് പറയുന്നൊരു പോയിന്റ് കൊടുത്തേക്കുന്നതാണ്. എസ് കണ്ടോ? ഒബ്സർവറിന്റെ കണ്ണിന്റെ അവിടെ എസ് എന്നൊരു പോയിന്റ് കൊടുത്തേക്കുന്നതാണ്. എസ് കണ്ടോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റേഷൻ പോയിന്റ്. ആ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒബ്ജക്റ്റിനെ നോക്കുന്നത്. കണ്ടോ? ഈ ഒബ്ജക്റ്റിനെ നോക്കുന്നത്. അപ്പൊ നമ്മുടെ കണ്ണിൽ നിന്ന് പോകുന്ന ഈ റേ ആണ് നമ്മൾ വിഷ്വൽ റേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇമേജ് പിക്ചർ പ്ലെയിനെ കിട്ടും. അതാണ് ആ ഐയുടെ ഇമേജ് ആണ് PPP എന്ന് എഴുതിയേക്കുന്നുണ്ടോ? PPP എന്ന് എഴുതിയേക്കുന്നുണ്ടോ? PPP കണ്ടോ? അപ്പൊ അതാണ് പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. പിക്ചർ പ്ലെയിൻ. ഈ പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയിരിക്കും. ഇതേ കണ്ടോ? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി, പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ ഈ പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്ന ഒബ്സർവറിനും കണ്ടോ ഒബ്ജക്റ്റിനും ഇടയ്ക്കാണ്. നോർമൽ കേസിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടല്ലോ? ഓക്കെ. പിന്നെ അടുത്തത് ഇതിന്റെ ഈ ഗ്രൗണ്ട് പ്ലെയിനിന്റെ തൊട്ടുമുകളിൽ HP എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നുണ്ടോ? HP കണ്ടോ? HP എന്ന് എഴുതിയേക്കുന്നുണ്ടോ? HP കണ്ടോ? കണ്ടോ? ഇതിനെയാണ് ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഹൊറൈസോൺ പ്ലെയിൻ. ഈ പ്ലെയിനെയാണ് ഹൊറൈസോൺ പ്ലെയിൻ എന്ന് പറയുന്നത്.
horizon plane. This plane is called horizon plane. അപ്പൊ ഈ ഹൊറൈസോൺ പ്ലെയിന് ഈ ഒബ്സർവറിന്റെ കണ്ണിൽ കൂടെ പോകുന്ന പ്ലെയിനാണ് കണ്ടോ. എസ് എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പോകുന്നത്. അത് മാത്രമല്ല അത് ഗ്രൗണ്ട് പ്ലെയിനിന് എന്താണ്, പാരലാണ്. ഗ്രൗണ്ട് പ്ലെയിനിന് പാരലാണ് കണ്ടോ. ഇനി ഇവിടെ സി പി എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഉണ്ട്. സി പി എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്ലെയിൻ എന്ന് പറയും. സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പ്ലെയിൻ. അപ്പൊ സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എച്ച് പിക്കും ജി പിക്കും എല്ലാം പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിലായിരിക്കുന്നത്. അത് മാത്രമല്ല അത് സ്റ്റേഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യും കണ്ടോ. എസ് എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് സ്റ്റേഷൻ സി പി എന്ന് പറയുന്നത്. സി പി. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മളിവിടെ ആദ്യം ഞാൻ ആ വീഡിയോയിലെല്ലാം ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർ വീണ്ടും പോയി നോക്കുക. അതായത് ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ കണ്ടല്ലോ, ടോപ്പ് വ്യൂ. പിന്നെ നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ പിന്നെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. പിന്നെ ഇത് രണ്ടും വെച്ചിട്ട് പെർസ്പെക്റ്റീവ് വ്യൂ വരയ്ക്കുക. പെർസ്പെക്റ്റീവ് വ്യൂ ഇതാണ് അതിന്റെ സ്റ്റെപ്സ്. അപ്പൊ ഇത് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ജി പി എന്താണ്, എച്ച് പി എന്താണ്, സ്റ്റേഷൻ പോയിന്റ് എന്താണ്, സി പി എന്താണ്, പിക്ചർ പ്ലെയിൻ എന്താണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇത്രയും ക്ലിയർ ആണല്ലോ ആനന്ദ്? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ അപ്പൊ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഈ ആദ്യത്തെ പ്രോബ്ലം ഞാൻ ചെയ്യിച്ചത്. ഈ പ്രോബ്ലം ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. റെക്ടാങ്കുലർ പ്രിസത്തിന്റെ പ്രോബ്ലം ചെയ്യിച്ചിട്ടുണ്ട്. റെക്ടാങ്കുലർ പ്രിസത്തിന്റെ പ്രോബ്ലം ചെയ്യിച്ചിട്ടുണ്ട് കണ്ടല്ലോ. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ. അപ്പൊ നമ്മൾ ഇത്രയും നാളെ നമ്മൾ ടോപ്പ് വ്യൂ താഴെയാണ് വരച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ വരുമ്പോ ടോപ്പ് വ്യൂ മേളിലാണ് വരയ്ക്കുന്നത് കേട്ടോ. കണ്ടോ. അപ്പൊ ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ അവിടെ പിക്ചർ പ്ലെയിനും വരയ്ക്കണം കേട്ടോ. പിക്ചർ പ്ലെയിൻ വരച്ചിട്ട് പിക്ചർ പ്ലെയിൻ ആദ്യം വരയ്ക്കണം. പിന്നെ ഒബ്ജക്റ്റും വരയ്ക്കണം കണ്ടോ. ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ ഇതാണ് ആദ്യം വരയ്ക്കേണ്ടത് കണ്ടോ. ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ, പിക്ചർ പ്ലെയിനും വരച്ചു, ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ വരച്ചു. പിന്നെ താഴെ നമ്മൾ എന്ത് വരയ്ക്കണം, ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ താഴെ വരയ്ക്കുന്നതാണ് ഫ്രണ്ട് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ അവിടെ ഗ്രൗണ്ട് പ്ലെയിനും വരയ്ക്കണം, ഹൊറൈസോൺ പ്ലെയിനും വരയ്ക്കണം. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് വരയ്ക്കണം, ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഒബ്ജക്റ്റിന്റെ അപ്പൊ നമ്മൾ മേളിൽ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ വരച്ചു, താഴെ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ എസ് പിയും എസ് പി ഡാഷും മാർക്ക് ചെയ്യുക. അവിടുന്ന് നമ്മൾ ഈ എസ് പിയിൽ നിന്ന് ടോപ്പ് വ്യൂയിലോട്ട് കുറെ ലൈൻസ് വരയ്ക്കുക. കോർണർ പോയിന്റ്സിലോട്ട് ലൈൻസ് വരയ്ക്കുക. സിമിലർലി എസ് പി ഡാഷിൽ നിന്ന് ലൈൻസ് വരയ്ക്കുക. അപ്പൊ ഇവിടെ ടോപ്പ് വ്യൂവിൽ വരയ്ക്കുമ്പോൾ അതെല്ലാം എക്സ് വൈ ലൈനെ ടച്ച് ചെയ്യും. ഇതിനെ നമ്മൾ പിയേഴ്സിംഗ് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. P1 S1 Q1 R1 A1 D1 P1 S1 ഇതിനെ നമ്മൾ പിയേഴ്സിംഗ് പോയിന്റ്സ് എന്ന് പറയും. ഈ പിയേഴ്സിംഗ് പോയിന്റ്സിനെ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ABCDPQRS എന്ന് പറഞ്ഞു കിട്ടും. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഈ കിട്ടുന്നതാണ് എന്ത്, ഈ വരച്ചേക്കുന്നതാണ്, ഈ ക്യാപിറ്റൽ ലെറ്ററിൽ മാർക്ക് ചെയ്ത് വരച്ചേക്കുന്നതാണ് എന്ത്, പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ ലെറ്ററിൽ വരച്ചേക്കുന്നതാണ്, ആ ക്യാപിറ്റൽ ലെറ്ററിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് എന്ത്, പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞേ? ഓക്കെ. അപ്പൊ ഇതും ചെയ്ത് നോക്കുക. ഇനി ഇതിനകത്തിൽ ഒരു ടൈപ്പ് കൂടെ ഉള്ളൂ, അതുകൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇനി നിങ്ങൾ ബാക്കി പഠിച്ചോളൂ. ഓക്കെ. സോ ഓക്കെ. സോ ഇവിടെ വന്നിട്ട് പിന്നെ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹൊറൈസോൺ പ്ലെയിനിന്റെ മുകളിൽ ഒരു പ്ലെയിൻ ഉണ്ട്, അതിവിടെ കാണിച്ചിട്ടില്ല. അതിനെയാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിന്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ മാത്രമേ ഉള്ള വ്യത്യാസം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഫ്രണ്ട് വ്യൂവില് ഗ്രൗണ്ട് പ്ലെയിനും ഹൊറൈസോൺ പ്ലെയിനും ആയിരുന്നു. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ വരുമ്പോൾ താഴെ ഗ്രൗണ്ട് പ്ലെയിൻ ഉണ്ടാവത്തില്ല. അവിടെ കണ്ടോ, ഗ്രൗണ്ട് പ്ലെയിൻ ഇല്ല. പകരം ഈ ഹൊറൈസോൺ പ്ലെയിൻ താഴെ വരും. ഹൊറൈസോൺ പ്ലെയിനിന്റെ മണ്ടയ്ക്ക് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ കണ്ടോ. ഹൊറൈസോൺ പ്ലെയിന് അതിന്റെ മണ്ടയ്ക്ക് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ. ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ബാക്കി സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. എസ് പി മാർക്ക് ചെയ്യുക, എസ് പി ഡാഷ് മാർക്ക് ചെയ്യുക. ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പൊ ഇത് രണ്ടുമാണ് അതിനകത്തുള്ളത്. അപ്പൊ ഇത് രണ്ടും ഈ രണ്ട് വീഡിയോയും കാണണം. ക്യൂബിന്റെ പ്രോബ്ലം കാണണം. അപ്പൊ ക്യൂബിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിന്റെ ഐഡിയ കിട്ടും. പിന്നെ റെക്ടാംഗുലർ പ്രിസത്തിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഗ്രൗണ്ട് പ്ലെയിന്റെ ഐഡിയ കിട്ടും. ഓക്കെ. പിന്നെ അടുത്തത് ഇന്റർസെക്ഷൻ. ആക്ച്വലി നിങ്ങൾക്കില്ല, പഴയ സ്കീം നടക്കുള്ള ഇന്റർസെക്ഷൻ. ഓക്കെ. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് നിങ്ങളുടെ ഇത് കഴിഞ്ഞു. ഓക്കെ.
അപ്പം ഇത് ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയെല്ലാം ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ചോദിക്കാം സാർ, ചോദിക്കാം. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.